ഇപ്പോൾ യൂട്യൂബിൽ റിലീസായിട്ടുള്ള മണവാളൻ ഇൻ ട്രബിൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ ക്രൂ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ദ ഷോ. സോ നമ്മുടെ കൂടെ ഡയറക്ടർ ഉണ്ട്, ADs ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് അഭിനന്ദ്. അഭിനന്ദാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ. സോ അഭിനന്ദ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഷോർട്ട് ഫിലിം ഇപ്പോൾ റിലീസായിട്ടിരിക്കുകയാണ്. സോ ഹൗ ഇസ് എ റെസ്പോൺസ്? പുറത്തുനിന്ന് എങ്ങനെയുണ്ട് റെസ്പോൺസ്? ആൾക്കാർ കണ്ടു തുടങ്ങിയോ? നിങ്ങൾക്ക് റെസ്പോൺസസ് കിട്ടി തുടങ്ങിയോ? തുടങ്ങി. ഇപ്പോൾ ആളുകൾ കണ്ടിട്ട് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഒരുപാട് നല്ല റെസ്പോൺസ് വരുന്നുണ്ട്, ഒരുപാട് സജഷൻസ് പറയുന്നുണ്ട്, നല്ല രീതിയിലും വരുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങി. ഇപ്പം നമ്മുടെ സർക്കിളിലേക്ക് ഓൾമോസ്റ്റ് ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പേജസിലും അങ്ങനെയൊക്കെ ആയിട്ട് ആ സർക്കിളിലൊക്കെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ ഔട്ടർ സർക്കിളിലേക്ക് കുറച്ചുകൂടെ ദിവസം കൊണ്ട് കയറുമെന്ന് തോന്നുന്നു. നല്ല റെസ്പോൺസ് ആകുന്നുകൊണ്ടിരിക്കുന്നത്. അഭിനന്ദനോട് തന്നെ, നമ്മൾ സാധാരണ ഷോർട്ട് ഫിലിംസ് കാണുമ്പോൾ വളരെ ചെറിയൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ക്രൂ ആണ് നമ്മളെപ്പോഴും കാണാറ്. പക്ഷേ ഇത് നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. സോ ഹൗ ഡു യു മാനേജ് ദിസ്? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഫോർമാറ്റിന് ഒട്ടും തന്നെ സെറ്റാവാത്ത രീതിയിലുള്ളൊരു കഥയായിരുന്നു. അതായത് നമുക്ക് ഈ ഫീച്ചർ ഫിലിം എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മുടെ ക്രൂ ആയാലും എല്ലാവരും ഉള്ളത്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിനിമ പോലെ ഇരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും കൺസേൺ. അപ്പോൾ സിനിമ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയതുമില്ല, എന്നാൽ ഷോർട്ട് ഫിലിം അല്ലാതിരിക്കും തോന്നുന്ന രീതിയിലുള്ള കഥകൾ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഇതിന് മുന്നേ ഉള്ള ബ്ലോക്ക് ബസ്റ്റർ ഡേയ്സ് എന്ന് പറഞ്ഞ കഥയും. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു 10-50 ആളുകൾ അഭിനയിച്ച അത്യാവശ്യം 45 മിനിറ്റുള്ള ഒരു ഫീച്ചർ ഫിലിം പോലത്തെയൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചുകൂടെ വലിയ ആളുകൾ കൂടുന്ന ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള പരിപാടികൾ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാനായാലും തിയേറ്ററിൽ പോയി കാണാനൊക്കെ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഷോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ സിനിമകളൊക്കെ ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇവൻറ്റ്ഫുള്ളായ ഒരു കാര്യമാണ് കല്യാണം. ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് നമ്മളൊരു കോർ ഐഡിയ എടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ആളുകളുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ 100-100ഓളം ആളുകളുണ്ടായിരുന്നു മൊത്തം സിനിമയിൽ. ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത് മാനേജ് ചെയ്യുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. ഇത് ഫീച്ചർ ഫിലിം ഫ്യൂച്ചറിൽ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. സമയം അതുപോലെ തന്നെ 36 മിനിറ്റ് ഉണ്ട് ഷോർട്ട് ഫിലിംസ്. അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ചും ഇതായിരുന്നു, ഇത്ര ആളുകളെ കൊണ്ടുപോയാലും ഇത്രയും ക്രൂവിനെ ഒരുമിച്ച് കൊണ്ടുപോയി. ഇപ്പം നമ്മളെ മാനേജേഴ്സ് ആയാലും വലിയ വലിയ ആളുകളൊക്കെ ഉള്ളത് അഭിനയിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്ന് കറക്റ്റ് കഥ ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ അത് നന്നായി വന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ആളുകൾ കണ്ടിട്ട് പറയുന്ന റെസ്പോൺസ് വെച്ച് ഹാപ്പിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അഭിലാഷിനോടാണ്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് അഭിലാഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അഭിനന്ദുമായിട്ട് ഇതൊരു സെക്കൻഡ് വർക്കാണ്, കൊളാബറേറ്റ് ചെയ്യണം. സോ അഭിനന്ദിന് വേണ്ടൊരു പൾസ് ഇപ്പോൾ എന്താണ്, നോർമലി എല്ലാവരും വേറെ വർക്കൊക്കെ ചെയ്യുന്ന കണക്കിന് ഒരു സൈലൻസ് മോഡ് ഒരിടത്തും പാടില്ല. ഭയങ്കര ഒരു ബഹളം തന്നെ ആയിരിക്കണം, വിഷ്വലിനോടൊപ്പം ബീജം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കണം. അങ്ങനത്തെ ഒരു കണക്കിനാണ് അഭിനന്ദിൻ്റെ. ഞാൻ കുറേ പേരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ചിലർക്ക് സൈലൻസ് അവർക്ക് വേണം എന്ന് പറയുന്നവരുണ്ട്. ചേട്ടാ സൈലൻസ് വേണ്ട, നമുക്ക് ഫുള്ളിങ്ങനെ തെറിച്ച് തന്നെ നിൽക്കുന്ന കണക്ക് ഭയങ്കര തീയായിരിക്കണം എന്നൊരു ഷോർട്ട് ഫിലിം എന്നുള്ളൊരു കാഴ്ചപ്പാടിലല്ല അഭിനന്ദ് ഈ ഒരു ഇത് ഷോർട്ട് ഫിലിമെ കാണുന്നത്. ഒരു തിയേറ്ററിക്കൽ ഫിലിം എങ്ങനെ ഇത് തിയേറ്ററിൽ കൊണ്ടുവന്ന് ആളുകൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. സോ അതേമാതിരി അതുപോലെ അവർ തരുന്ന ഇൻപുട്ടും നല്ലതായിരുന്നുകൊണ്ട് നമുക്കും ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. സോ അങ്ങനെ ആണ്. കണ്ടപ്പോൾ എന്ത് തോന്നി? ഫസ്റ്റ് ടൈം ഇത് കംപ്ലീറ്റ് ഒരു മ്യൂട്ടഡ് പ്രിൻ്റായിട്ട് കാണുമ്പോൾ അതിനകത്ത് നിന്ന് ഫീൽ ചെയ്ത പവറാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ അതിൻ്റെ പൾസ് എനിക്ക് ഫീൽ ചെയ്തു, ഞാനത് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കേൾക്കുന്നു. ഇഷ്ടപ്പെട്ടു. സോ അഗൈൻ ടു ദ സെയിം തിങ്, പാട്ട് പാടിയതാരാണ്? ഓക്കെ, മെയിൽ വോയിസ് ഞാൻ തന്നെയാണ്, ഫീമെയിൽ നമ്മുടെ കൊളീഗ് തന്നെ അഭിരാമി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓക്കെ, കൊളീഗാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മൂവിയിൽ മിക്ക ആൾക്കാരും US-യിലുള്ളവരാണോ? എങ്ങനെയായിരുന്നു ആ റേഷ്യോ? ഓൾമോസ്റ്റ് അധികം ആൾക്കാരും US-യിലുള്ള ആളുകളാണ്.
ഇപ്പോൾ UST എന്നുള്ളൊരു സിസ്റ്റത്തിൻ്റെ അകത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ USTയിൽ ഇൻറ്റേർണലായിട്ട് ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ തന്നെയാണ് ഹീറോ ആയാലും ഹീറോയിനൊക്കെ ആയാലും ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാസ്റ്റുകളൊക്കെ നമ്മൾ അങ്ങനെ പിക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എനിക്കധികം നന്നായിട്ട് അഭിനയിക്കാൻ അറിയില്ല പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ചെറിയ ചെറിയ ഡയലോഗുകളും ചെറിയ ചെറിയ റോളുകളും വെച്ചു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കാസ്റ്റും UST ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പുറത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. കാസ്റ്റ് മാത്രമല്ല ടെക്നിക്കലും മാക്സിമം നമ്മൾ ഇൻറ്റേർണൽ UST തന്നെയുള്ള ആളുകളെ വെച്ച് തന്നെ ചെയ്യാൻ നോക്കിയായിരുന്നു മൊത്തം. അടുത്തത് നമുക്ക് സിനിമയിലെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലെ മണവാളൻ്റെ അടുത്ത് പോവാം. എങ്ങനെയുണ്ട് സോ ആ മണവാളൻ ഡേയ്സ് ആൻഡ് ഇപ്പോൾ വോട്ട് യു ഫീൽ? എങ്ങനെയുണ്ടത് ആ ഒരു ഫീൽ? ഒരു പ്രൗഡ് മൊമെൻ്റാണ് എനിക്ക്. ഞാൻ കുറേ നാളുകളായിട്ട് ഷോർട്ട് ഫിലിമിൽ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഈ ബ്ലോക്ക് ബസ്റ്റർ ഡേയ്സിൻ്റെ റിലീസായപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ നമ്മുടെ USTക്ക് അകത്ത് തന്നെ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയിട്ട് ഞാൻ അറിഞ്ഞില്ല. അന്ന് മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നോക്കി ഇരുന്നപ്പോഴാണ് അബി ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്, പുതിയ ഷോർട്ട് ഫിലിമുണ്ട്, കാസ്റ്റിംഗ് ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു. അബി ഒരു വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു, അഭിനയിച്ച് അയച്ചു തരാൻ പറഞ്ഞു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിന് മുന്നേ ആഡൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പം അതിനൊന്നും വലിയ എക്സ്പ്രഷനൊന്നുമില്ല. ഡ്രസ്സിൻ്റെ കാർഡിലാണ്, ഡ്രസ്സാണ് ഷോക്കേസ് ചെയ്യുന്നത്, നമുക്ക് അഭിനയമില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ധൈര്യത്തിൽ പോയത്. അത് ഫസ്റ്റ് ഡേ തന്നെ അബി തിരുത്തി തന്നു, ഇതല്ല അഭിനയം എന്നാണ് അബി എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്. അത് അവിടെ നിന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിലുണ്ട്. അത് ഇനിയും ഭാവി ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നവ്യൻ്റെ അടുത്ത് വരുമ്പോൾ സോ എല്ലാവർക്കും ഓഡിഷൻ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അത്? അവിടെ എടുക്കൂ. നവ്യൻ്റെയും ഓഡിഷൻ ഉണ്ടായിരുന്നു? നവ്യക്കും ശരിക്കും പറഞ്ഞാൽ ഓഡീഷനേക്കാൾ കൂടുതൽ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാസ്റ്റിംഗ് കോളിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആളുകളുടെ അവർ കാണാൻ എന്നൊക്കെ അപ്പിയറൻസ് വെച്ചിട്ട് നമ്മുടെ സ്റ്റോറി ക്യാപ്റ്റാണോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ നോക്കിയത്. അതായത് അവരെ ട്രെയിൻ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരാളെ ലുക്ക് വൈസാണ് നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് ആളുകൾ USTയിൽ നിന്ന് തന്നെ മെസ്സേജ് അയച്ചായിരുന്നു ഇൻട്രസ്റ്റഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നവ്യാണ് നമുക്ക് കുറച്ചുകൂടെ ക്യാരക്ടറിന് ആപ്റ്റെന്ന് തോന്നുന്നു. പിന്നെ സ്റ്റോറിയൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ ഒരു ജസ്റ്റ് നവ്യനോടൊരു കണ്ടൻറ്റ് റീൽ ചെയ്ത് അയക്കാൻ പറഞ്ഞായിരുന്നു. സ്റ്റോറിയുടെ തന്നെ ഒരു സീൻ വെച്ചിട്ട് നവ്യ നന്നായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഓക്കെ ആയിരുന്നു. നവ്യയുടെ ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു ബ്രൈഡ് ആൻഡ് ദാറ്റ് ജേർണി? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്രൂവിൻ്റെ കൂടെ തന്നെ അഭിനയിക്കുന്നത്, ലൈക്ക് ടീമിനോട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുന്നേ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ വീഡിയോ സോങ്സ് അതിലൊക്കെയാണ് അഭിനയിച്ചത്. അപ്പം ഞാനൊരു കംഫേർട്ട് സോണിലാണ് നിന്നത്. അപ്പം അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കംഫേർട്ട് സോണിൽ തന്നെ നിന്നാൽ പിന്നെ അവർ ചെയ്യുമ്പോഴേ നമ്മൾ അങ്ങനെ ഒരു അപ്പിയറൻസ് കൊണ്ടുവരത്തുള്ളൂ. സോ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. നമ്മുടെ USTNs എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്ന് ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, നീ ഇത് അപ്ലൈ ചെയ്യ്, നീ എന്തായാലും ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെടുന്നതല്ലേ. അങ്ങനെയാണ് ഞാൻ അബിക്ക് മെസ്സേജ് അയക്കുന്നതും പുള്ളിക്കാരനെ സ്ക്രിപ്റ്റ് അയച്ചു തരുന്നതും അതിൽ നിന്നൊരു ഡയലോഗ് എൻ്റെ അടുത്ത് പറയാൻ പറയുന്നതും. അങ്ങനെയാണ് ഞാൻ അബിയുടെ അടുത്ത് എത്തുന്നത്. ആൻഡ് ഇവിടെ ആക്ച്വലി ഒരു വെടിക്ക് 2 പക്ഷിയാണ് നടന്നത്. ഞാനാണല്ലോ ഡാൻസ് കൊറിയോഗ്രാഫിയും ചെയ്തത്. അപ്പം വേറെ ആളെ എടുക്കേണ്ട ആവശ്യം വന്നില്ല, അല്ലേ അബി? അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. ഡാൻസും ഉണ്ട്. അപ്പം ഡാൻസ് ഈസ് ഓൾസോ മൈ പാഷൻ. അപ്പം അതും അവിടെ എനിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റി. മൈ ലൈക്ക് ആക്ടിങ് സ്കിൽസ് ഓൾസോ എനിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് താങ്ക് യു. അഭിലാഷിനോട്. സോ അഭിലാഷാണ് ഇതിൻ്റെ AD ആൻഡ് ദെൻ യു ടു കെയർ ഓഫ് ദ കാസ്റ്റിംഗ് ഓൾസോ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയൊരു കാസ്റ്റിംഗ് ആണ് ഇതിനുണ്ടായിരുന്നത്. കുറേ പേരുണ്ടായിരുന്നുണ്ട്. അത് എങ്ങനെ മാനേജ് ചെയ്തത്? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അബി എൻ്റെ അടുത്ത് ഈ പ്രോജക്റ്റിൻ്റെ പിച്ച് ചെയ്യാൻ നേരത്തെ എന്നോട് പറഞ്ഞു തന്നെ ഇതൊരു വലിയ പരിപാടി എന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങ് പാസ് ചെയ്ത് പോയി. ഓക്കെ, വലിയ പരിപാടി. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, കല്യാണം, ഓക്കെ കല്യാണം. പിന്നെ അത് ഗ്രാഫ് മാറി മാറി പോവുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ, എക്സ്പെക്ട് ചെയ്യാത്ത സ്കെയിലിലോട്ടൊക്കെ കഥയിൽ തന്നെ വായിക്കുമ്പോൾ ഐ വാസ് ലൈക്ക് ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്യും ഇത്ര ആൾക്കാർ. പിന്നെ ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് എനിക്ക് തന്ന ടാസ്കും ലൈക്ക് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ കോർഡിനേറ്റ് ഈസി, നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം, സിമ്പിളാണ്. ലിസ്റ്റിങ് തന്നു, ലോഡ് ഓഫ് പീപ്പിൾ. ലൈക്ക് നമ്മളൊരു 100 പേരെ വിളിച്ചാലേ ഒരു 20 പേരെ വരുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. അത് വേറെ ഒന്നുമല്ല, ലൈക്ക് എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ് ആൾക്കാർക്ക്, ലെയർ എൻഗേജ് വിത്ത് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ
പാടാണ് അവരുടെ അവൈലബിലിറ്റി. അപ്പോൾ നമുക്ക് മാക്സിമം ആൾക്കാരെ നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ വി നോ ദാറ്റ് വിൽ ഗെറ്റ് പീപ്പിൾ. സോ അവരെ മാക്സിമം കോൺടാക്ട് ചെയ്യുക, ഡേറ്റ് പറയുക, അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ദിവസം നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ പരിപാടി, വലിയ പരിപാടി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തത് വെറും ഒരു 2 ഷെഡ്യൂൾസായിട്ട് 4 ഡേയ്സേ മാക്സിമം എടുത്തിട്ടുള്ളത്. കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവത്തില്ല അത്രയും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇതെങ്ങനെ പുൾ ഓഫ് ചെയ്തു എന്നുള്ളത്. അതിൻ്റെ റീസൺ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ്, ഒരു കോർഡിനേഷൻ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. എല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ ഒരു സക്സസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് താങ്ക് യു അബി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. നമുക്കിതൊരു ഞാൻ പലപ്പോഴും ഇതിന് മുമ്പേ പിന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്, എനിക്കെന്നല്ല ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരുടെയും ഒരു കോൺഫിഡൻസ് വന്നാൽ ഈ ഓൾറെഡി ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അബിയുടെ മുമ്പത്തെ ബ്ലോക്ക് ബസ്റ്റർ ഡേയ്സ് കണ്ടു കഴിഞ്ഞാൽ അതിലും അത്യാവശ്യം ക്രൂസും കാര്യങ്ങളും അത്യാവശ്യം വലിയ സ്കെയിൽ തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കിതൊരു ഷോർട്ട് ഫിലിം അല്ല, ഞാൻ പൈലറ്റ് ഫിലിം എന്നാണ് എന്നെ വിളിക്കാറ്. ഇതായാലും ബ്ലോക്ക് ബസ്റ്റർ ഡേയ്സ് ആയാലും ലൈക്ക് നമുക്കൊരു ഫീച്ചർ ഫിലിമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്ന അങ്ങനെ പോസിബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഒരു സിനിമയുടെ തന്നെ എല്ലാ പ്രോസസ്സിലൂടെയും കടന്നു പോയിട്ടുണ്ട്. സോ ആ എക്സ്പീരിയൻസിനും ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു അബി അഗെയിൻ. ആൻഡ് എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്ന ആക്ടേഴ്സ് ആയാലും വിളിച്ച എല്ലാവരും വന്ന് വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. സോ ബാക്കി ഓഡിയൻസ് പറയട്ടെ. താങ്ക് യു. അപ്പോൾ ഈ ചെറിയ വലിയ സിനിമ ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ടേക്ക്? പോസ്റ്റ് പ്രൊഡക്ഷൻ കൂടെ എത്ര ദിവസം എടുത്തു ഫിനിഷ് ചെയ്യാൻ? അഭിലാഷ് പറഞ്ഞ പോലെ ഷൂട്ടിങ് 4 ദിവസം എടുത്തായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ സെക്കൻഡ് മുതൽ ആ സമയം മുതൽ പൈസ, അതായത് മണി എൻഗേജ്ഡ് ആണ്. അതായത് നമ്മൾ ഒരുപാട് റെൻ്റൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ കല്യാണം ആയതുകൊണ്ട് പന്തലൊക്കെ സെറ്റിട്ടുണ്ടായിരുന്നു, വലിയ സെറ്റായിരുന്നു. അപ്പോൾ ഓരോ സെക്കൻഡിലും പൈസ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ബഡ്ജറ്റൊന്നും ഇല്ല. നമുക്ക് എത്ര പൃഥ്വിരാജ് മറ്റേ എമ്പുരാൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ, അതായത് എത്രയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാൾ താഴെ ആയിരിക്കും ഇതിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇത്. അത്രയും ചെറിയ രീതിയിലാണ് ചെയ്തത്. അപ്പം ഏറ്റവും കുറഞ്ഞ ദിവസത്തിൽ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ 4 ദിവസത്തെ ഇതിനു വേണ്ടി വലിയൊരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും സമയം എടുത്തത് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. അതായത് ഇപ്പം ഞാൻ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്തത്. എഡിറ്റിങ്ങും മ്യൂസിക്കും ബാക്കി കളർ ഗ്രേഡിംഗ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു 6 മാസത്തോളം അതിനു വേണ്ടി മാത്രം പോയി. ഒരു 3000ഓളം ഫൂട്ടേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാനും പിന്നെ അഭിലാഷേൻ്റെ മ്യൂസിക്കൊക്കെ ചെയ്യാനായാലും ബാക്കിയുള്ള സമയമാണ്. പിന്നെ അത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പൈസ പോകുന്നതല്ല, അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് മാക്സിമം സമയം എടുത്തിട്ട് തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് എഡിറ്റിൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടോ, എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം അത്രത്തോളം ടൈം എടുത്തായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഡയറക്ടർ കല്യാണം കഴിക്കാൻ പോയി. അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. എൻ്റെ കല്യാണം അപ്പോൾ ഇത് കല്യാണത്തിന് മുന്നേ ഒരു ടീച്ചറായിരുന്നു. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അക്ഷയ്, ഈ സിനിമയിൽ കുറച്ച് AI-ൻ്റെ ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ട്, AI ഇൻപുട്സും ഉണ്ട്. സോ ഹൗ ഡിഡ് യു പുൾ ഓഫ് ദാറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു അത്? ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. നമ്മൾ ആക്ച്വലി പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്നുള്ളൊരു പ്രൊജക്റ്റ് ഇല്ല. നമുക്കത് എവിടെ ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അൺപ്ലാൻഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. ഞങ്ങൾക്കിപ്പോൾ ചില സാധനങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഡ്യൂ ടു റെയിൻ ആൻഡ് സം അതർ ഫാക്ടേഴ്സ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നപ്പോൾ അതെ എവിടെയെങ്കിലും ഫില്ല് ചെയ്യാം എന്നുള്ള രീതിയിൽ, അല്ലാതെ ഒരു മെയിൻ കണ്ടൻ്റ് ഒന്നും അല്ല. അതിൽ അബിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിച്ചു പോയിട്ടുണ്ട്. ചെറിയ ഗ്ലിംസൊക്കെ അത്രയും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഐഡിയ അതിൻ്റെ ബിഹൈൻഡ്. പിന്നെ അതാണ് അതിൻ്റെ ബാക്കിൽ കിടന്ന സീൻ. ഞങ്ങൾ ഒരു മന്ത്ലി ഒരു 3 തവണ ഞങ്ങളുടെ സിഇയുടെ തന്നെ ആ മെസ്സേജ് കേൾക്കുന്നുണ്ട്, യു ഗൈസ് ഹാവ് ടു വർക്ക് വിത്ത് AI ആൻഡ് ഓൾസോ ഇവിടെയെങ്കിലും അതൊക്കെ യൂസ് ചെയ്യണമല്ലോ. സോ അതായിരുന്നു അതിൻ്റെ ബാക്ക് സ്റ്റോറി. മനീഷ് ആക്ച്വലി ഡയറക്ഷൻ ടീമിലായിരുന്നല്ലോ. സോ മനീഷിൻ്റെ ഇൻവോൾവ്മെന്റ് എന്തായിരുന്നു ഈ മൂവിയിൽ? ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നെങ്കിലും ഞാൻ തുടക്കത്തിലേ ഇല്ലായിരുന്നു. കുറച്ച് സ്റ്റോറി ഒന്ന് ബിൽഡ് ചെയ്തൊന്ന് പകുതിയായപ്പോഴാണ് ഞാനിൽ വരുന്നത് തന്നെ. ഒന്ന് സ്റ്റോറി ഞാൻ ആദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയായിരുന്നു. എനിക്ക് ഈ മീഡിയ വർക്കിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ മീഡിയയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലാണ് ഞാൻ ഇതിലോട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്. അബി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു വർക്ക് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് സൗണ്ട് എഫക്ട്സും എഡിറ്റിങ്ങിൽ കുറച്ച് അസിസ്റ്റൻറ്റ് എഡിറ്ററായിട്ടും നിൽക്കാനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അബി തന്നായിരുന്നു.
അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് ഞാൻ അവനെ കൊടുത്തായിരുന്നു. അപ്പോൾ അത് സാറ്റിസ്ഫൈഡുമാണ്. അങ്ങനെയാണ് എൻ്റെ. അപ്പോൾ UST എന്നുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? UST നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ബ്ലോക്ക് ബസ്റ്റർ ഡേയ്സ് USTയുടെ ഒഫീഷ്യൽ പേജിൽ പോലും അവർ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പം USTയുടെ PR ടീം ആയാലും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ USTയുടെ പേജസിലായാലും USTയുടെ ഭാഗത്ത് ഇപ്പം USTൻ്റെ അകത്ത് തന്നെ 2-3 സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യാനായാലും അത് നമുക്ക് USTയുടെ പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പല സൈഡിലായിട്ട് നമ്മൾ പല ലൊക്കേഷൻസും പ്ലാൻ ചെയ്തായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നായാലും ഇനി സ്റ്റാഫിൻ്റെ ആയാലും ഇപ്പോൾ മാനേജേഴ്സൊക്കെ ആയാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ടിന് വിളിച്ചാൽ ഇവരാരും ഇപ്പോൾ കല്യാണ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ആയിട്ട് വിളിച്ചിരിക്കുന്നതൊക്കെ ചിലപ്പം വലിയ വലിയ ആളുകളുണ്ടാവും, നമ്മൾ വലിയ പൊസിഷനിലേക്ക് മാനേജേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ വളരെ എൻഗേജിങ് ആയി വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. ഇപ്പം നമ്മുടെ വർക്കായതുകൊണ്ട് കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. അത് ഏത് പ്രോസസ്സിലായാലും, അതിപ്പം പോസ്റ്റ് പ്രൊഡക്ഷനിലായാലും അതുപോലെ ഇതിലും ഷൂട്ടിംഗ് സമയത്തായാലും ഒക്കെ. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായ ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെ ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയെന്നെ. പിന്നെ നമ്മൾ ടീസർ മുതൽ ഇതിനകത്ത് ഭയങ്കര ഒരു സസ്പെൻസ് സാധനം ഇടുന്നതാണ് ആ കാർ എന്ന് പറഞ്ഞ സാധനം. ആൻഡ് ത്രൂ ഔട്ട് ദ മൂവി അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സോ ഹൗ ഡിഡ് യു ഗൈസ് മാനേജ് വിത്ത് ദാറ്റ്? ഈ സ്റ്റോറിയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാറ് അല്ലെങ്കിൽ ആ കാറിൽ വരുന്ന ഒരാൾ അതെന്ന് പറയുന്നത് അത് വെച്ചാണ് ഇതിൻ്റെ മൊത്തം ഐഡിയ ഉള്ളത്. അപ്പോൾ ആ കാറെന്ന് പറയുന്നത് നമ്മൾ പല കാറുകൾ ആലോചിച്ചു. ഇപ്പോൾ ലംബോർഗിനി ആലോചിച്ചു, അല്ലെങ്കിൽ വേറെ കാറുകൾ ആലോചിച്ചു. ഈ കാറുകൾ നമുക്ക് ഷൂട്ടിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ മൊത്തം ബഡ്ജറ്റാവും ചിലപ്പോൾ ഇതുപോലൊരു കാറ് ലൊക്കേഷനിൽ കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ ആ കാറ് ഇപ്പോൾ ആദ്യം BMW മതിയോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും നമുക്ക് പോരാ. അപ്പോൾ കോർവെറ്റ് എന്ന് പറഞ്ഞൊരു കാറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോർവെറ്റ് C8 എന്ന് പറഞ്ഞ കാർ. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേഷനും അത് ലൊക്കേഷനിൽ കൊണ്ടുവരാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്ത് അക്ഷയാണ്. അക്ഷയായിട്ടാണ് അത് അക്ഷയ് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അവനാണ് അതിൻ്റെ കോർഡിനേഷൻ. ഇല്ല, അബി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ടാസ്ക് ഒരു കാർ വേണം, ലക്ഷറി കാർ വേണമെന്നായിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിം കണ്ടവർക്ക് മനസ്സിലാവും അതിലൊരു സ്പെഷ്യൽ അപ്പിയറൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പം ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു കാർ ഒരു സ്പോർട്സ് കാർ ആയിരിക്കണമെന്നൊരു തോട്ട് വന്നു. അപ്പോൾ ഞാൻ അബിയോട് ചോദിച്ചു നമുക്കൊരു സ്പോർട്സ് കാർ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് അബി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു പോയില്ല, ഇനി എവിടെ നിന്ന് സ്പോർട്സ് കാർ കൊണ്ടുവരുമെന്നായി. അപ്പോഴാണ് നമ്മുടെ ആക്സിസ് ഇവൻസിൻ്റെ നിതിൻ ചേട്ടന് ഓർമ്മ വന്നത്. പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. പുള്ളി ചോദിക്കേണ്ട താമസം പുള്ളി ഉടനെ യെസ് പറഞ്ഞു. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പുള്ളി സ്പോട്ടിൽ സമയത്തിന് കൊണ്ടുവന്നു. അങ്ങനെ വളരെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇവൻ്റ് അവിടെ അങ്ങനെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ശരിക്കും അതൊരു ഇവൻ്റാണ്. ഞങ്ങൾ അവിടെ കാർ കൊണ്ടുവന്നത് ശരിക്കും അവിടെ ക്രൗഡ് കൂടി. അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ആൾക്കാരല്ലാണ്ട് തന്നെ നാട്ടുകാരൊക്കെ കൂടി. ശരിക്കും അത് നമുക്ക് അവിടെ കുറച്ച് ആ സീന് കുറച്ചുകൂടെ റിതമിക് ആക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിരുന്നു ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻ ആയിരുന്നു. അപ്പം നിങ്ങൾ പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? ആരായിരുന്നു മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് ഇപ്പം ബ്ലോക്ക് ബസ്റ്റർ ഡേയ്സ് ഇറങ്ങിയ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞായിരുന്നു, ഓഫീസിലെ ആളുകളൊക്കെ ആയാലും അവരൊക്കെ പറഞ്ഞായിരുന്നു നമുക്ക് അടുത്ത പ്രൊഡക്ഷൻ നമുക്ക് തന്നെ ചെയ്യാം, പുറത്ത് കൊടുക്കണ്ട, നമുക്ക് നമ്മളുടെ ഇടയിലുള്ള ആളുകളൊക്കെ ചെയ്യാമെന്നാണ് അത് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ തന്നെ ഓർഗനൈസേഷൻ്റെ അകത്ത് ബിഗ് സ്ട്രീം പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കി. അങ്ങനെ ഒരു 10 പേര് കൂടിയിട്ട് ആണ് മെയിൻ പ്രൊഡക്ഷൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒരു ഷെയർ എന്നുള്ള രീതിയിൽ മിക്കവാറും നമ്മുടെ മാനേജേഴ്സൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് പ്രൊഡക്ഷൻ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സോണിക് വിഷൻ എന്ന് പറഞ്ഞ ഒരു CCTV സൊല്യൂഷൻസിനൊരു പ്രൊവൈഡ് ചെയ്യുന്നൊരു ഡീലർ കമ്പനിയുണ്ട്. അപ്പോൾ അവരും ഒരു വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു പ്രൊഡക്ഷനിൽ. അപ്പോൾ അത് കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ ഇവരും കൂടിയാണ് മെയിൻ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻസ് തന്നെ ഒരുപാട് വലിയ വലിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പം പോത്തീസ് ഉണ്ടായിരുന്നു, നാച്ചുറൽസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ പേട്ട ഒരു വലിയൊരു അമ്പലം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഒരു നമ്മുടെ ഇതിൽ തന്നെ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോം പാർട്ട്ണറായ സർവ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ചെറിയ രീതിയിൽ അല്ലാതെയും ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ പ്രൊഡക്ഷനും അല്ലാതെ ആയിട്ട്. അത് ഞാൻ അങ്ങനെ മാനേജ് ചെയ്ത് പോകായിരുന്നു ചെയ്തത്. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. റൊമാൻസ് ഉണ്ട്, ഫണ്ണുണ്ട്, ഇമോഷണലായിട്ട് കുറേ സാധനങ്ങളുണ്ട്. സോ അതിൻ്റെ ഹൗ ഡിഡ് യു ബാലൻസ് ബിറ്റ്വീൻ ഓൾ ദീസ് തിങ്സ്? അത് ചാലഞ്ചിങ് ആയിരുന്നോ ഒരു പെട്ടെന്നൊരു ഷിഫ്റ്റിന് നിങ്ങൾക്ക്?
ചലഞ്ചിങ് ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമയിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഒരു 2.5 മണിക്കൂറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇമോഷൻസ് മാറി മാറി പോകുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന അരമണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന എല്ലാ വികാരങ്ങളും കാണിക്കണം. തുടങ്ങുമ്പം കുറച്ച് റോം കോം എലമെൻസ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊരു കോമിക്കായിട്ടുള്ള രീതി പോകുന്നു, കല്യാണത്തുമ്പോൾ കുറച്ച് ആക്ഷൻസ് പരിപാടികളൊക്കെ വന്നു. അപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാനുള്ളപ്പോൾ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാവരും പറയുന്ന പോലെ തന്നെ കോമഡിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ചിരിക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷേ കോമഡി ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക്കാണ്. പക്ഷെ അത് എന്നേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ അഭിലാഷേട്ടനായിരിക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. കാരണം ആ മ്യൂസിക്കും അതിനനുസരിച്ചിട്ട് മാറണമല്ലോ, ഇമോഷൻസ് മൂഡൊക്കെ. അബി പറഞ്ഞ പോലെ ഇപ്പോൾ അബിയുടെ വർക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫിലിമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഫിലിമിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും, ടൈം ഉണ്ടാവും, ഇത്രയും നേരം റൊമാൻസ് വർക്കൗട്ട് ചെയ്യാം. അബിയുടെ ഇതിൽ നമ്മളിപ്പം കാറ് ചേസിങ് പോകുന്നു, ഇടയ്ക്കൂടെ തന്നെ ഫ്ലാഷ് ബാക്ക് പറയും, ഫ്ലാഷ് ബാക്കിൽ തന്നെ വേറൊരു കഥ പറയും, അവിടെ അടി നടക്കും, തിരിച്ച് മറ്റേ അവരുടെ ഫണ്ണി കമൻസ് ഓടും. അപ്പം ഇതെല്ലാം ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പടത്തിലൊരു 3 മിനിറ്റുള്ള ബീജിയം ആണെങ്കിൽ ഇത് ഒരു 30 സെക്കൻഡുള്ള ബീജിയത്തിൽ ഇത്ര ഇമോഷൻസ് അത് 10 സെക്കൻഡ് ഇങ്ങനെ. അപ്പം പോകുന്ന മീറ്ററിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല, അങ്ങനെ നല്ല ചില ത്രൂ ഔട്ട് ഇങ്ങനെയാണ് അബി ബിൽഡ്. കാണുമ്പോൾ മനസ്സിലാവും ടപ്പ അതിനുള്ള കട്ട്, ആളുകൾ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാത്ത കണക്കിനുള്ള കട്ട്സ്. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ബീജിയം, അങ്ങനെ ഒരു നല്ല ചലഞ്ചിങ് ആയിരുന്നു. വേറെ ചലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ സിനിമയൊക്കെ ഇവിടുത്തെ എല്ലാ ഡയറക്ടേഴ്സും ക്രിയേറ്റീവ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇത് മേക്കിംഗ് പ്രോസസ്സിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് എക്സ്റ്റേണൽ പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് പല സിനിമകളും പല കാര്യങ്ങളും ഡൗൺ ആയി പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഷൂട്ട് പ്ലാൻ ചെയ്ത സമയത്ത് ആദ്യം നമ്മളൊരു ഷൂട്ട് ഡേറ്റ് വെച്ച സമയത്ത് വലിയ മഴയൊന്നുമില്ലായിരുന്നു, ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. ഷൂട്ടിന് അടുപ്പിച്ച് ഒരു 2-3 ദിവസം കൊണ്ട് നല്ല മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ ഇപ്പുറത്ത് ലൊക്കേഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്, പന്തലിടുന്നുണ്ട്, പക്ഷേ ഹെവി മഴ വരാൻ തുടങ്ങി. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത് ലാസ്റ്റ് സെക്കൻഡ്സിൽ വരെ ഒരു ഡൗട്ടായിരുന്നു, അതായത് പ്രൊസീഡ് ചെയ്യണോ, കാരണം ഇത്രയും ആളുകൾ, മഴയുണ്ട്, ആരും പുറത്തിറങ്ങില്ല, ഷൂട്ടിന് വരില്ല, ക്രൗഡ് ആവശ്യമുണ്ട്, പന്തൽ പ്രശ്നമുണ്ട്, പന്തലിട്ടിട്ടുണ്ട്. അതൊരു വലിയ ചലഞ്ചായിരുന്നു. അതുപോലെ തന്നെ അക്ഷയ് പറഞ്ഞ പോലെ തന്നെ ഈ കാർ എത്തിക്കണം ലൊക്കേഷനിൽ. ഈ കാറ് നമ്മൾ പ്ലാൻ ചെയ്യാത്ത പല പ്രശ്നങ്ങളും പെട്ടെന്ന് വരും. ഇപ്പോൾ കാറ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കല്യാണ പന്തലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്ന രീതിയിലായിരുന്നു കഥയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഷൂട്ട് തുടങ്ങി കാറ് വന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഈ കാറ് സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. ആ വീട്ടിലേക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അടി തട്ടുന്നു. അപ്പോൾ അതൊരു ഇഷ്യൂ ആയി. ഇപ്പോൾ കാറിൻ്റെ പകുതി മാത്രം വീട്ടിൻ്റെ ആ മുകളിലേക്ക് ഇറങ്ങി, ബാക്കി പകുതി റോഡിലാണ്, മെയിൻ റോഡിലാണ്. അപ്പോൾ എനിക്ക് സിനിമയുടെ ഏറ്റവും ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള സീൻ അവിടെ എടുക്കേണ്ടത്, കാറിന് ചുറ്റും ആളുകൾ കൂടുന്നതൊക്കെ. ബാക്കി പകുതി റോഡിലല്ല, മെയിൻ റോഡിലാണ്. അപ്പം റോഡ് ബ്ലോക്ക് ആവാൻ തുടങ്ങി. സ്കൂൾ വിട്ട സമയമായിരുന്നു. അപ്പോൾ അപ്പുറത്തുനിന്നും ഇങ്ങനെ സ്കൂൾ ബസ്സുകളുണ്ടായിരുന്നു, KSRTC ഉണ്ടായിരുന്നു, അത് റോഡുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സീന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്തെടുക്കേണ്ടി വന്നു. പക്ഷേ അത് എഡിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കത് അത്യാവശ്യം മ്യൂസിക് ഇട്ടിട്ടും എഡിറ്റിലൂടെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പല ചലഞ്ചുകളും വന്നുകൊണ്ടേ ഇരുന്നിരുന്നതിന് അങ്ങനത്തെ. പിന്നെ നമ്മൾ എല്ലാവരും മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പക്ഷേ ആരും ഭയങ്കര പ്രൊഫഷണലായിട്ട് ഫുൾ ടൈം മൂവി ചെയ്യുന്ന ആൾക്കാരല്ല. സോ സിങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ദ്രോണയായിട്ടും നവ്യയായിട്ടും ഇവർ തമ്മിലുള്ള സിങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ദ്രോണയും നവ്യയും ഷൂട്ടിൻ്റെ സമയത്തല്ലേ ആദ്യം കണ്ടത്. അതിന് മുന്നേ അവർ കണ്ടിട്ടോ അല്ലെ നമ്മൾ അങ്ങനെ ഒരു സെഷനൊന്നും വെച്ചിരുന്നില്ല, വർക്ക്ഷോപ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. UST ഒക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ആളുകളിൽ ഓർഗനൈസേഷൻ, അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ അവർ അന്നാണ് ആ സമയത്താണ് കണ്ടേന്ന് തോന്നുന്നു. കുറച്ചുകൂടി വർക്കായിരിക്കും പറയാൻ. അല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ദ്രോണയായിട്ട് സംസാരിക്കുന്നത്. ദ്രോണയെ ഞാൻ കണ്ടിട്ടുണ്ട് UST-യിലൊക്കെ വെച്ച്, ഫാഷൻ ഷോയിലൊക്കെ ഉള്ള ആളാണ്, ഫേമസ് ആണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ആളെ കാണുമ്പോൾ എനിക്കൊരു റൂട്ട് ലുക്കാണ് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഈ പുള്ളി ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ ഈ പുള്ളിയായിട്ട് അഭിനയിക്കും, അതും റൊമാൻസൊക്കെ എങ്ങനെ അഭിനയിക്കും. അപ്പോൾ സംസാരിച്ചപ്പോൾ പുള്ളി ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ലൈക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരാളാണ്. ഞങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട്സായി. പിന്നെ ഞങ്ങൾ ആണല്ലോ ഒരുമിച്ച് അഭിനയിക്കേണ്ടത്. പിന്നെ ഞങ്ങൾ ആ ഒരു ഫ്ലോയിലങ്ങ് പോയി, അല്ലേ ദ്രോണ? അതെ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നവ്യയായിട്ട് തന്നെയും. ഇവിടെ അബി അവിടെ പുറത്ത് അടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടും മാറിയിരുന്ന്, അങ്ങനെ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കമ്പനിയായി. നമ്മൾ ബാക്കി ഇരുന്ന് നമ്മൾ മണവാട്ടിയായിട്ട് അവിടെ മാറിയിരുന്ന് അബിയുടെ എടുത്തോണ്ടിരിക്കും. അബിയാണെങ്കിൽ ഫുൾ ടൈം മറ്റേ ആ ഒരു ഇതിൽ ഫുൾ. അബിയുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ അബി പറഞ്ഞത് തന്നെ, ഈ മഴ പെയ്തു, വണ്ടി മാത്രമല്ല വണ്ടി പകുതിയേ കയറിയുള്ളൂ. ഈ ഒരു സമയത്ത് അബി സ്പോട്ടായിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് അബി പ്ലാൻ ചെയ്തതെന്ന് മാറ്റി
അത് പെട്ടെന്ന് അത് ഞാൻ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ആ സീൻ മൊത്തം പ്ലാൻ ചെയ്തത് നടയിലാണ്. പക്ഷെ അത് വണ്ടി കയറാതെ പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ അത് സീനെല്ലാം മാറ്റി സ്പോട്ടിലാണ് ഇതെല്ലാം ചെയ്തത്. അത് ഒരു ഡിലേ ഒന്നും വരാതെ പെട്ടെന്ന് ക്യാമറ എല്ലാം മാറ്റി. അങ്ങനെയാണ് അതൊക്കെ ആ ഒരു അത് ഞാൻ പെട്ടെന്ന് അത് ഞാൻ ഞെട്ടി. അത് കയ്യെ കടിക്കുന്നത്. പിന്നെ ഇവരായാണെങ്കിലും ഒരുപാട് കിടന്ന് അഭിലാഷും അക്ഷയൊക്കെ ഓടുന്നതാണ് ഞാൻ കണ്ടത് മൊത്തത്തിൽ. അന്ത ആ ഒരു അടുത്ത ഭയങ്കര പെക്യുലർ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് മൂവിൻ്റെ പോസ്റ്ററാണ്. സോ ആരാണ് ഹൂ വർക്ക്ഡ് ഓൺ ദിസ്? അതായത് ഇപ്പോൾ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്ന മുതൽ നമ്മളത് കാണണോ വേണ്ടേ തീരുമാനിക്കും. അപ്പോൾ ആദ്യത്തെ പോസ്റ്ററിൻ്റെ അകത്ത് തന്നെ ആ സിനിമയുടെ മൊത്തം ക്വാളിറ്റി ഓൾമോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ പോസ്റ്ററിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് നമുക്കത് കാണണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ഫാക്ടർ പോസ്റ്ററാണല്ലോ. നമ്മുടെ എല്ലാ പോസ്റ്ററും ചെയ്തിരിക്കുന്നത് അശ്വന്ത് എന്ന് പറഞ്ഞ ഒരാളാണ്, കണ്ണൂരുള്ളതാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവന് ഞാൻ ഐഡിയാസ് കൊടുക്കും. അതായത് നമുക്ക് എങ്ങനെ വേണം, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ആൾക്കാർക്ക് എന്താണ് ഫീൽ ചെയ്യേണ്ടത് പോസ്റ്റർ കാണുമ്പോൾ, അതിൻ്റെ ഐഡിയാസ് വെച്ചിട്ട് അവൻ തന്നെ ചെയ്ത പോസ്റ്റേഴ്സൊക്കെയാണ്. പിന്നെ അതിനകത്ത് കുറച്ച് AI എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് അക്ഷയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മനീഷും പോസ്റ്റേഴ്സിലും തംബ്നെയിൽസിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ ചെയ്ത അശ്വന്താണ്. അവനൊരു പ്രോ ഡിസൈനർ തന്നെയാണ്. അവൻ നാട്ടിലൊരു മീഡിയ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു പയ്യനാണ്. ദ്രോണ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു അബീൻ്റെ കല്യാണം എന്ന്. സോ അത് ആ ഒരു സമയം നമുക്കറിയാം ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സമയം, വീട്ടിൽ വേണ്ട സമയം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. അപ്പോൾ അതും ഇതും കൂടെ എങ്ങനെ മാനേജ് ചെയ്തേ? ദ്രോണ പറഞ്ഞ പോലെ ഷൂട്ടിന് നടക്കുന്നല്ലായിരുന്നു കല്യാണം. ഷൂട്ട് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഷൂട്ട് കഴിഞ്ഞു റിലീസിൻ്റെ സമയത്ത്, ആ ഒരു സമയം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫായാലും ഇപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ സമയത്തായാലും കല്യാണത്തിന് മുന്നേ ഉള്ള സമയത്ത് തന്നെ ഒരു ADനെ പോലെ തന്നെയായിരുന്നു, അതായത് സ്റ്റാർട്ട് ടു എൻഡ്. അപ്പോൾ ഷോർട്ട് ഫിലിമിൽ ഒരുപാട് ഗേൾസ് ആയതും സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ലേഡി അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സോ അങ്ങനെ ആരും ഇല്ല. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണം ഒരാൾ. അപ്പോൾ ഇപ്പോൾ നവ്യയായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായാലും കോസ്റ്റ്യൂംസൊക്കെ ആയാലും അവരുടെ മേക്കപ്സ് കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നോക്കിയത് എൻ്റെ വൈഫ് അനുശ്രീയാണ്. അവൾ ആദ്യം തൊട്ട് ഇതിൻ്റെ പ്രോസസ്സിലുണ്ടായിരുന്നു. ഞാൻ കഥയുടെ ശരിക്കും പറഞ്ഞാൽ ഈ കഥയുടെ ഐഡിയ തുടങ്ങിയതൊക്കെ കിട്ടിയതൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അപ്പോൾ ഇതൊരു കോളേജിലൊരു സ്റ്റാർ വരുന്ന ഒരു കഥ എന്നുള്ള രീതി. അപ്പോൾ അത് ആ കാലം തൊട്ടേ അവൾക്ക് ഐഡിയ അറിയാം. അപ്പോൾ അത് ഇപ്പോൾ കല്യാണം വിട്ടൊക്കെ മാറ്റിയതാണ്. അപ്പോൾ ആ പ്രോസസ്സിലൊക്കെ ഹെൽപ്പിംഗ് ആയിരുന്നു. പൈസ കൊടുക്കാതെ പണിയെടുപ്പിച്ചു. അതെ അതെ. പിന്നെ അവളെയാണ് എല്ലാ സീനും ആദ്യം എഡിറ്റിംഗ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അവളാണ്. അധികം അവളുടെ ഫസ്റ്റ് ഓരോ സീൻ കഴിയുന്നതിന് അത് ഇപ്പോൾ ഫസ്റ്റ് ഓഡിയൻ്റ് എന്നുള്ള രീതിയിൽ അവൾ തന്നെയാണ് എൻ്റെ. അനുശ്രീയെ പറ്റി പറയുകയാണെങ്കിൽ അനുശ്രീയാണ് എൻ്റെ അതിനകത്തിട്ട എല്ലാ കോസ്റ്റ്യൂംസും ഫസ്റ്റ് കൺഫർമേഷൻ തന്നത്. അപ്പം നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് മെയിൻ സാരി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സാരി അങ്ങനെ ഉടുക്കുന്ന ആളല്ല. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്നൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പം ആളൊന്നിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കല്യാണത്തിന് ഈ സാരി നമ്മൾ ഉടുക്കോ, ലൈക്ക് ഇങ്ങനത്തെ സാരിയാണോ ഉടുക്കുന്നത്, അബിയെ പോലെ തന്നെ ഒന്നിലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അങ്ങനെയല്ല, നവ്യ കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിട്ടുള്ള കളർ വേണം, അങ്ങനെ എല്ലാത്തിലും എന്നെ സാരി ഉടുപ്പിച്ച് തന്നു. എന്നെ ഒരു കല്യാണ പെണ്ണാക്കി ഒരുക്കി. എല്ലാം അനുശ്രീയാണ് ചെയ്തത്. നിങ്ങളെല്ലാവരും 9 to 6 വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫും ഉണ്ട്. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഓഫീസ് അവേഴ്സ്, ഞാൻ ജനറൽ ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 9 to 6 എല്ലാ ദിവസവും വർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷൂട്ടിൻ്റെ സമയം കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ 4 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വീക്കെൻഡ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടും വളരെ ചെറിയ സമയം കൊണ്ട് ഷൂട്ട് കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ രാത്രിയാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. വീട്ടിൽ വന്നിട്ട് ഒരു 2 മണി 3 മണി വരെ ഡെയിലി എല്ലാ ദിവസവും വെളുപ്പിന് വരെ ഇരുന്നിട്ടാണ് എഡിറ്റ് തീർക്കാറ്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ പോസ്റ്റേഴ്സ് ആയാലും അതൊക്കെ എന്ത് വർക്കായാലും നമ്മൾ നൈറ്റിലാണ് അധികം ചെയ്യാറ്. രാവിലെ ആവുന്നവരെയൊക്കെ ചില ദിവസങ്ങളിൽ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രാവിലെ ഓഫീസിൽ വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3000-ഓളം ഫൂട്ടേജസ് അതൊക്കെ മാനേജ് ചെയ്യണം. അപ്പോൾ മനീഷാണ് ഇതിൻ്റെ ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ കൂടുതൽ മാനേജ് ചെയ്തതും അതൊക്കെ ചെയ്തത്. മനീഷിന് കുറച്ചും കൂടെ ഫയലൊക്കെ മാനേജ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും. അവൻ ബാക്കപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസിൽ തന്നെ ബാക്കപ്പ് ആൻഡ് സ്റ്റോറേജിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഓഫീസിൽ ചെയ്യുന്ന പണിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ അതുപോലെ സ്റ്റോറേജ് ടീമിനും ഉണ്ടായിരുന്നു. സ്റ്റോറേജ് ആൻഡ് ബാക്കപ്പ് എന്ന് നമ്മുടെ ടീമിൻ്റെ പേര്. അപ്പം നമ്മൾ അവിടെ ഫയൽസ് എങ്ങനെ മാനേജ് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ മാനേജ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആദ്യം കരുതി ഒരു 500 GB അങ്ങനത്തെ എന്തെങ്കിലും ഫയൽസ് ഉണ്ടാവുള്ളൂ.
പക്ഷേ ഇത് വളരെ വലിയൊരു എമൗണ്ട്, ഒരു 1 TB മേലെ തന്നെ ഫയൽസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു വളരെ ഹെക്ടിക് ടാസ്ക് ആയിരുന്നു. മാത്രമല്ല ഇത് ഏതെങ്കിലും ഒരു ഫയൽ പോയാൽ തീർന്നു. അപ്പോൾ അതിനൊരു കോപ്പിയും വേണം. അപ്പോൾ കോപ്പി ഉണ്ടാക്കാൻ വേറെയും ഡിസ്ക് സ്പേസ് കണ്ടുപിടിക്കുക, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പല ഔട്ടുകൾ എടുക്കുന്നുണ്ട്, അതിൻ്റെയും ഫയൽസ് മാനേജ് ചെയ്യുക, എല്ലാം കൂടെ മൊത്തത്തിലൊരു ഹെക്ടിക് ടാസ്ക് ആയിരുന്നു. അതുപോലെ തന്നെ ഈ മ്യൂസിക്, അതായത് അതിൻ്റെ തന്നെ പറയുന്നതാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു പാട്ടാണ് സിനിമയിലുള്ളത്. അപ്പോൾ അഭിലാഷയുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ടേ ഉള്ളൂ എങ്കിലും ഞാൻ 36 മിനിറ്റ് മ്യൂസിക് ചെയ്യാൻ എടുത്തൊരു സമയം. അപ്പോൾ അഭിലാഷേട്ടന് ഈ പറഞ്ഞ പോലെ രാത്രി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രാത്രി വർക്ക് ചെയ്ത് പല ദിവസങ്ങളിലും 2 മണിക്കും 3 മണിക്കൊക്കെ നമ്മൾ അഭിലാഷേട്ടൻ ഒരു പീസ് അയച്ചു തരും, ഏതെങ്കിലും ഒരു സീനിൻ്റെ. ഞാൻ കണ്ടിട്ട് പോരാ, അടുത്തത് വേറൊരു സാധനം എന്താ, കാരണം ഞാൻ കൊടുത്ത റെഫറൻസൊക്കെ അനിരുദ്ധിൻ്റെയും സുഷിൻ്റെയും ആ ലെവലിലുള്ള വലിയ സിനിമയിൽ വലിയ റെഫറൻസുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ട് കേട്ട് എനിക്ക് അതുമായിട്ട് ട്യൂൺഡായിപ്പോയി. അപ്പോൾ ആ റെഫറൻസുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിലാഷേട്ടൻ പെടാപ്പാട് പെട്ടത്. പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭി തന്ന് ഒരു മോർ ദാൻ 2-3 മന്ത്സ് കഴിഞ്ഞു. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് ചെയ്യാമെന്നുള്ള ഐഡിയയിലായിരുന്നു ഞാനിരുന്നത്. ചെയ്ത് വന്നിട്ട് ഈ റെഫറൻസ് ഇട്ട സാധനം അവൻ റിപ്പീറ്റായിട്ട് കണ്ട് എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തി ഇത് അവൻ്റെ തലയിൽ രജിസ്റ്ററായി. ഇതിനപ്പുറം ഞാനിത് കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോൾ ചില സീനുണ്ട്, അതിൽ അമ്മാവൻ്റെ തള്ള് ഒരു സീക്വൻസ് ഉണ്ട്. അത് ഏകദേശം ഒരു 7 to 8 ടൈംസ് റീവർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് കേൾക്കുന്ന ഒരു സാധനം. അതിങ്ങനെ ചെയ്ത് ഞാനൊരു ദിവസം നമ്മൾ വർക്ക് തുടങ്ങി ഏകദേശം ഒരു 2 മാസത്തോളം കഴിഞ്ഞു. ഒരു നൈറ്റ് ചെയ്തു, സ്റ്റാർട്ടിങ്ങിന് ഇട്ടിട്ട് അഭി പറഞ്ഞ് ഓക്കെ ചേട്ടാ ഇത് കൊള്ളാം, ഇതിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഒരു 3-3:30 വെളുപ്പിലെ 3:30ക്ക് ഞാനൊരു ട്രാക്ക് അയച്ചു കൊടുത്തു. ഞെട്ടിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ 3:30ക്ക് ഞാൻ അയച്ചപ്പോൾ ഉടനെ ചേട്ടാ അത് കൊള്ളാം, ഇത് ഫിക്സ് ചെയ്യും. 3:30ക്ക് അടുത്ത് തിരിച്ച് ഞാനിങ്ങനെ രാവിലെ അടിച്ചിട്ട് ഇവന് ഉറക്കമൊന്നുമില്ലേ, രാവിലെ 7:30ക്ക് എന്തോ മെസ്സേജ് അയച്ചിട്ട് അപ്പോഴും സ്പോട്ടിൽ റിപ്ലൈ വരണം. ഇങ്ങനെയൊക്കെ കുറേ ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഡേയ്സ് സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യുന്നു, നൈറ്റ് ഹോട്ട് ടൈം നമ്മളിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ എൻഡിൽ തിയേറ്ററിക്കൽ റിലീസ് വെച്ചേണ്ട തലേന്ന് വരെ നമ്മൾ ഒരു 11 മണി വരെ തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു രാത്രി. ഇപ്പം അനുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ അനു നമ്മളുടെ കൂടെ എല്ലാം ഉണ്ട്. ഇതെങ്ങനെ ഇരിക്കും, ഇതിൻ്റെ പ്രിവ്യൂ എങ്ങനെ കണ്ട് അങ്ങനെ തിയേറ്ററിൽ തന്നെ നമ്മൾ കുറച്ച് കാലം അങ്ങനെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. അത് കൂടാതെ ഞങ്ങളൊരു തിയേറ്റർ പ്രിവ്യൂവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫൈനൽ ഔട്ട് ആയതിനു ശേഷം നമുക്കൊരു കോൺഫിഡൻസ് തോന്നി, ഓക്കെ നമുക്കിത് നമ്മുടെ സർക്കിളിലോ അല്ലെങ്കിൽ കുറേ വെളിയിൽ നിന്നും ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു തിയേറ്ററിൽ പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു കൈരളി സ്ട്രീറ്റ് തിയേറ്റർ ട്രിവാൻഡ്രത്ത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മന്ത് 12-നായിരുന്നു. അപ്പോൾ ലൈക്ക് ആദ്യമായിട്ടാണ് ഒരു പബ്ലിക്കിന് മുന്നിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ല അതിൻ്റെ അക്സെപ്റ്റൻസ് എത്ര. നമ്മുടെ ഇൻസൈഡ് നമ്മൾ കണ്ടിട്ട് ആ വാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ജെന്യുവൻ ഒപ്പീനിയൻസ് കിട്ടേണ്ട ടൈമായി. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. ബട്ട് അതിൽ നല്ല റെസ്പോൺസസ് ആണ് കിട്ടിയത്. നമുക്ക് മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സൗണ്ട് വൈസ് ആയാലും വിഷ്വൽ വൈസ് ആയാലും. കളറിങ് ചെയ്തത് നമുക്ക് എബിൻ ഫിലിപ്പ് എന്ന് പറയുന്നൊരു പുള്ളിക്കാരനാണ് ഫ്രം കൊച്ചി. സോ അതിൻ്റെ ഒരു ക്വാളിറ്റി, എഡിറ്റിൻ്റെ ക്വാളിറ്റി അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലെ എഡിറ്റിങ്ങും റൈറ്റിങ്ങും ഡയറക്ഷനും അഭി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇത് 3 ഡിപ്പാർട്ട്മെൻറ്റ് ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്നൊരു സിങ്ക് ഉണ്ട്. സോ ദാറ്റ് വാസ് വെരി എവിഡൻറ്റ്. അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് കാണുന്ന ആൾക്കാർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. അബിയുടെ നിന്ന് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നത് അബി എങ്ങനെ ഒരു പ്രൊജക്റ്റ് ചാർട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഞാൻ ആക്ച്വലി അതായിരുന്നു അബി പ്രൊജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് അബിയുടെ നിന്ന് ആദ്യം പഠിച്ചെടുക്കാൻ പറ്റിയൊരു കാര്യം എങ്ങനെയായിരുന്നു. 4 ദിവസം നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ടൈമും എന്തൊക്കെയാണ് നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ചാർട്ട് അബി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മൂവി ആസ്പിറൻ്റ് എനിക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തൊരു പുതിയൊരു ഐഡിയ ആയിരുന്നു. ഇങ്ങനെ വേണമെന്നുള്ള ഒരു ഐഡിയ. മുമ്പ് ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. മോർ ദാൻ ഒരു സ്ക്രിപ്റ്റ് ചാർട്ടിങ്ങിൻ്റെ എന്താ ഗുണമെന്നുള്ളത് കാണാൻ പറ്റി. അതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്ന് വെച്ചാൽ ADസിനും എല്ലാവർക്കും പ്രോപ്പറായിട്ട് അബി ഇൻസ്ട്രക്ഷൻസ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മേ ബി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഐഡിയ ആയിരിക്കും. കമ്പനിയിൽ പറയാറുണ്ട് വി ഗീവ് ഓൺലി റെസ്പോൺസിബിലിറ്റി നോട്ട് ഓർഡേഴ്സ്. മേ ബി അതായിരിക്കണം അബിയുടെ ഐഡിയ. സോ അത് വളരെ നന്നായിട്ട് അബി ഞങ്ങളെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അല്ല ഈ വേറൊരു കാര്യം പറയാം.
കാര്യം പറയുന്നത് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ പറയുമ്പോൾ ഒന്നും നമ്മളിതിൻ്റെ പ്രോസസ്സ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ക്വാളിറ്റിയുള്ള ഷോർട്ട് ഫിലിംസ് ആണെന്നോ അല്ലെങ്കിൽ സിനിമ നിലവാരമൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഉള്ള ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അതെ, വലിയ ക്വാളിറ്റിയുള്ള സിനിമയാണെന്നോ ഫ്ലോസ് ഒന്നും ഇല്ലാത്ത ഒരുപാട് മിസ്റ്റേക്സും ഒരുപാട് പ്രശ്നങ്ങളും ചിലപ്പോൾ നമുക്ക് മാത്രം അറിയുന്ന പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പം എവിടെയായിട്ട് ഓഡിയൻസിന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇല്ല ലിമിറ്റേഷൻസ് നിന്ന് ഫീച്ചർ ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹമില്ല കുറച്ച് ആൾക്കാർ ചെയ്തൊരു ഷോർട്ട് ഫിലിം എന്ന് മാത്രമേ കാണണ്ടൂ. അല്ലാതെ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇവരെല്ലാവരും അബി എന്ന് കുറേ നേരമായി പറഞ്ഞുകൊണ്ട് തള്ളി ഓവറാക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് വെച്ചാൽ ഇതൊക്കെ വെച്ച് വലിയ അതിന് മാത്രമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് നമുക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ലിമിറ്റേഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ലൊരു ചാനൽ കിട്ടിയായിരുന്നു, Music 24/7 എന്ന് പറഞ്ഞൊരു ചാനൽ കിട്ടിയായിരുന്നു. അത്യാവശ്യം ഫിലിമി കണ്ടൻറ്റുകളൊക്കെ ഇറങ്ങുന്ന നല്ല റീച്ചുള്ള ചാനലാണ്. അപ്പോൾ അതൊരു വലിയ നല്ല ഹാപ്പി കാര്യമായിരുന്നു. ചെറിയ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു കോളേജ് ടൈമുള്ള തോട്ടാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഓരോ പീരീഡ് ഓഫ് ടൈം വേറെ കുറേ തോട്ട്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ എന്താ പറയുക മിസ്റ്റേക്സ് ഇനി വരുന്ന സിനിമകളിൽ നമുക്ക് അതെ ഓരോ ഫിലിം കഴിയുമ്പോൾ കോളേജിലൊക്കെ ഉള്ള സമയത്ത് എടുത്ത ഷോർട്ട് ഫിലിംസ് എനിക്കിപ്പോൾ കാണാൻ പോലും പറ്റില്ല. അപ്പോൾ ഓരോ മിസ്റ്റേക്സ് സോർട്ട് ചെയ്ത് കുറച്ചുകൂടെ ബെറ്ററായ സാധനം ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ കേട്ട പോലെ ഇവരുടെ കൊച്ചു കൊച്ചു എക്സ്പീരിയൻസസും ഇവരുടെ പാഷനാണ് ഇന്ന് ഇവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. സോ ഫ്രം ആർ എൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും മണവാളൻ ഇൻ ട്രബിൾ കാണുക. And let this be a stepping stone for big pictures tomorrow. And all the very best. Thank you. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് കുഴപ്പമില്ല. ഇതിൻ്റെ ബാക്കിൽ ക്യാമറ ചെയ്യുന്ന ചേട്ടൻ ഈ സിനിമയിൽ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ചേട്ടൻ ഒന്ന് ക്യാമറയുടെ മുന്നിലേക്ക് വന്നാൽ ജസ്റ്റ് വരും. അപ്പോൾ ജയേശ്വരട്ടെ ഇതിൽ പറഞ്ഞ നായികയുടെ അച്ഛൻ ഞാനാണ്. താങ്ക് യു. ശരി, നന്ദി.